അങ്ങനെ ഇന്നലെയായിരുന്നു EMNFൻ്റെ ഓണാഘോഷം. കുറേ ദിവസമായിട്ട് നമ്മൾ കാത്തിരുന്ന് എത്തിയൊരു ദിവസമാണ്. അപ്പോൾ ഞാനതിൽ പായസം കോമ്പറ്റീഷന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് പൂക്കൾ വാങ്ങാനായിട്ട് പൂക്കടയിൽ പോയേക്കുവാണേ. കുറച്ച് മുല്ലപ്പൂ വേണമായിരുന്നു. പിന്നെ പായസം കോമ്പറ്റീഷൻ ഇത് പായസം പ്രസൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൂക്കളും നിലവിളക്കൊക്കെ വേണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പെരുമാൾ ഷോപ്പിൽ പോയി വാങ്ങി രാവിലെ തന്നെ. പിന്നെ രാവിലെ ഒട്ടും സമയമില്ലായിരുന്നു, പായസം ഉണ്ടാക്കണം, റെഡിയാകണം. അപ്പോൾ നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം 10:30 പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. പെട്ടെന്ന് ഇനി വീട്ടിൽ പോയിട്ട് വേണം റെഡി ആയിട്ട് നമുക്ക് കോമ്പറ്റീഷന് പോകാനായിട്ട്. കുറേ ദിവസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. നമ്മുടെ നേഴ്സസിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് EMNF, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വലിയ ഓണാഘോഷ പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയതേ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ എത്തിയിട്ടുണ്ട്. അവിടെ തിലകം താരകത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ രാവിലെ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഇരിക്കുകയാണ്. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ പായസം എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നേ. അവിടെ ചെന്ന് എല്ലാം സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെക്കണം. അങ്ങനെ നമ്മുടെ മാവേലി എത്തിയിട്ടുണ്ട്. മാവേലിയെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മാവേലി, ചെണ്ടമേളം എല്ലാം അടിപൊളിയൊരു ഓണ പ്രോഗ്രാമായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇന്നലെ ഇവിടെ കാണാൻ പറ്റി. പെട്ടെന്ന് നമ്മൾ നാട്ടിലെ പഴയ ഓണ ആഘോഷ പ്രോഗ്രാമിലേക്കൊക്കെ നമ്മുടെ ചിന്ത ഇങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ എൻ്റെ പായസമൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ ചെസ് നമ്പർ 6 ആയിരുന്നു. ഞാൻ ഡേറ്റ്സ് ബനാന പായസമാണ് ഉണ്ടാക്കിയത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയൊരു പായസമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ റെസിപ്പിയൊക്കെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഷെയർ ചെയ്ത് തരാം. അങ്ങനെ നമ്മുടെ മാവേലിയെ സ്വീകരിച്ചുകൊണ്ട് ചെണ്ടമേളക്കാർ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്. ഞങ്ങളെല്ലാവരും പായസമൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മൾ ജഡ്ജസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ 10 പേരാണ് പായസം കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അങ്ങനെ പായസം കാണാനായിട്ട് നമ്മുടെ മാവേലി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാവേലിയുടെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ പായസം ടേസ്റ്റ് ചെയ്യാനായിട്ട് ജഡ്ജസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഈ പ്രോഗ്രാമിന് പോകുന്നില്ല, ടൈമില്ല, അച്ഛൻ ഡ്യൂട്ടിയാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാണേ. 2 ദിവസം മുമ്പാണ് ഞാൻ തീരുമാനിക്കുന്നത് പോകാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നൊക്കെ. എന്തിനാ വെറുതെ മിസ് ചെയ്യുന്നത്. ഇനി ഈ വർഷത്തെ ഓണ പ്രോഗ്രാം എല്ലാം തന്നെ ഇപ്പോൾ അവസാനിക്കുമല്ലോ, ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ, എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് 2 ദിവസത്തിന് മുമ്പ് അങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് വന്ന കേട്ടോ. അങ്ങനെ നമ്മുടെ ജഡ്ജസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ ഓരോ പായസവും ടേസ്റ്റ് ചെയ്ത് അവരുടെ മാർക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് 3rd പ്രൈസ് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല അടിപൊളി ഗിഫ്റ്റൊക്കെ കിട്ടി. എന്നിട്ട് ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഗിഫ്റ്റ് തരുന്നതിൻ്റെ വീഡിയോസ് അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വീഡിയോ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഓണസദ്യ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. എല്ലാത്തരം കറികളും എല്ലാം കൂട്ടി നല്ല ഫുഡ് കഴിച്ചു. പായസം 2 തരം പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഇനി നമുക്ക് കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്രോഗ്രാം കാണാനായിട്ട് പോയിരുന്നു. ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു. വേദിയിൽ നല്ല അടിപൊളി പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് പ്രൈസ് കിട്ടി. 2nd റണ്ണറപ്പ്. ഭയങ്കര സന്തോഷമായി. എനിക്കൊരു സാരി, പിന്നെ ടേസ്റ്റി ഫുഡിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ, വൗച്ചർ, സർട്ടിഫിക്കറ്റ്, അങ്ങനെ നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ കിട്ടി. ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞാൻ ഗിഫ്റ്റിൻ്റെ ഫോട്ടോ ആണ് ഈ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ താങ്ക് യു.